ഇതിന് വേറെ സൊല്യൂഷൻ. ഈ ഹിന്ദി പ്രഡിക്ഷൻ എന്ന് പറഞ്ഞത് കണ്ടിട്ട് ഓടി വന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും അല്ലേ? കാരണം നമ്മളെല്ലാവരും എന്താണ് നാളത്തെ എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പൊ ഹിന്ദി എക്സാമിന് ഏതൊക്കെ ചോദ്യം വരുമെന്ന് മിസ് പ്രഡിക്റ്റ് ചെയ്യാണ്. അതും എങ്ങനെ, ഏത് രീതിയിലാണ് ചോദ്യം വരിക, അതിന് ഏത് രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് കൂടി ഈ വീഡിയോയിൽ മിസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഏത് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്? നമുക്ക് വളരെ, അതായത് നമ്മുടെ ഈ 5 ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഹൈക്കു എന്ന് പറയുന്നത്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് അതിലൂടെ കടന്നു പോകാം. ഏത് ചോദ്യമാണ് നിങ്ങൾക്ക് ഹൈക്കു തരും, ഇതുപോലെ ഹൈക്കു നിങ്ങൾക്ക് തരും, എന്നിട്ട് ഇതുപോലത്തെ 1 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം. പിതാനെ ഡൂണ്ടി ലാട്ടിയാം ബൂട്ടാപ്പേക്ക് ദിക്തി നഹീം അല്ലെ, അതായത് നമ്മുടെ രണ്ടാമത്തെ ഹൈക്കു നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാർദ്ധക്യത്തിൽ എന്താണ്, ആ ഊന്നുവടികൾ അച്ഛൻ തിരയാണ്, അത് കാണുന്നില്ല എന്നൊരു ഹൈക്കു നിങ്ങൾക്ക് തന്നിട്ട് 1 മാർക്കിന്റെ ചോദ്യം ഇതുപോലെ തരും. എങ്ങനെ? ബൂട്ടാപ്പ സമാനാർത്ഥി ശബ്ദ കോൺസാ ഹേ. ബൂട്ടാപ്പ എന്ന് പറഞ്ഞ വാർദ്ധക്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അതേ അർത്ഥം വരുന്ന മറ്റൊരു വേർഡ് ഏതാണ്? വൃദ്ധാവസ്ഥ. അപ്പൊ ഹൈക്കു തരും, 1 മാർക്കിന്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് താഴെ കാണാം. നിങ്ങൾ ഉറപ്പിച്ചോ, ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം. അതുപോലെ ഹൈക്കു സമാൻ ആശയം, ഒരേ ആശയം വരുന്ന വരി തരും. വരി തന്നിട്ട് ആ വരികളിൽ നിന്ന് നമ്മുടെ ഹൈക്കുവിന്റെ ആശയം തിരഞ്ഞെടുത്ത് എഴുതാൻ പറയും. നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, വാർദ്ധക്യാവസ്ഥയിൽ എന്താണ്, സഹായമില്ലാതെ അലയുന്ന ആ ഒരു വൃദ്ധനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ആശയം അത് വെച്ച് തന്നെയായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വായിക്കാം. പിതാനെ ശൈശവനെ ബച്ചോങ്ക ബഹുത്ത് പ്യാർ കിയ ബച്പൻ മേ, നിങ്ങൾ അത് കാണുമ്പോൾ നോക്കണ്ട. വൃദ്ധാവസ്ഥ എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? യെസ്, വൃദ്ധാവസ്ഥമേ ഗർവാലോനെ പിതാക്കെ സാത്ത് പ്യാർ ബറ വിവാഹർ കിയ, അതല്ല എന്ന് നിങ്ങൾക്കറിയാം. വൃദ്ധാവസ്ഥമേ പിതാക്കോ സഹാര നെഹി മില, എന്താണ് സഹായം കിട്ടുന്നില്ല. അപ്പൊ ഒരു ഹൈക്കു തരും. ഹൈക്കു തന്നിട്ട് 1 മാർക്കിന്റെ ചോദ്യം നിങ്ങളോട് ചോദിക്കും. ഭാവാർത്ഥം എഴുതാൻ പറയും, അല്ലെങ്കിൽ ഇതുപോലെ ആശയം എഴുതാൻ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ഹൈക്കുവിൽ ഏത് ഹൈക്കു വന്നാലും ഈ ബോക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഹൈക്കും വ്യക്തമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കണേ, 1ാമത്തെ ഹൈക്കു സൂഖയ ബാട്ട് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. നമ്മുടെ 1ാമത്തെ ഹൈക്കു എഴുതിയ ആള് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സുരംഗമ യാദവാണ്. എന്താണ് ഇതിൽ പറയുന്നത്? സാമാജിക അസമാനതയാണ് പറയുന്നത്, അതായത് സാമൂഹികപരമായിട്ടുള്ള വേർതിരിവ്. എന്താണ് സന്ദേശം? സാമാജിക ജാഗരൂകത की निर्वाह करते हुए अमीरी गरीबी की गाई को मिटाना है. എന്താ പറയുന്നത്? അമീരി അതുപോലെ ഗരീബി, വലിയവർ ചെറിയവർ പാവപ്പെട്ടവർ എന്നുള്ള ആ ഒരു വേർതിരിവാണ്. സോ ഹൈക്കു തന്നിട്ട് ഇതാണ്, ഈ ഹൈക്കു ആണോ എങ്കിൽ ഈ ഒരു തത്വമാണ് നിങ്ങൾ അവിടെ എഴുതി വെക്കേണ്ടത്. ഓക്കെ, അടുത്തത് പിതാനെ ഡൂണ്ടി ലാട്ടിയാം ബൂട്ടാപ്പേക്ക് ദിക്തി നഹി. 2ാമത്തെ ഹൈക്കു എഴുതിയ ആളെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയാണ്. ബേസഹാര ബൂട്ടാപ്പ, സഹായമില്ലാതെ അലയുന്ന ഒരു വൃദ്ധനെ അല്ലെ. അപ്പൊ അതിന്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? यहाँ बूटापे की लाटियाം വൃദ്ധാവസ്ഥ മേ സഹാര ഓർ ആശ്രയ ഹേ. ഇവിടെ ഈ വൃദ്ധാവസ്ഥയിലുള്ള ഈ ലാഠ്യാം എന്ന് ഉദ്ദേശിക്കുന്നത്, വടി എന്ന് ഉദ്ദേശിക്കുന്നത് ആശ്രയം, വൃദ്ധാവസ്ഥയിലുള്ള ആശ്രയം അതുപോലെ സഹായവുമാണ്. ഓക്കെ, അടുത്തത് ഡൂഡ്തി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച. ആ മഞ്ഞ് മൂടപ്പെട്ട പ്രദേശത്ത് എന്താണ്? സ്നേഹത്തിന്റെ ചൂട് തിരയാണ്. ആരുടേതാണ്? യെസ്, രചയിതാവ് ആരാണ്? കമല നിർകൂബ. ഈ 3 രചയിതാക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? വേർതിരിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ധാരണ ഉണ്ടാവണം. എന്താണ് ഇതിന്റെ തത്വം എന്ന് പറയുന്നത്? സമാജ് മേ പ്യാർ കാ അഭാവ്, സമൂഹത്തിലെ സ്നേഹത്തിന്റെ അഭാവമാണ്. ഇസ് ഭാവഹീൻ, നോക്കിക്കേ, ഭാവഹീൻ ദുനിയാ മേ പ്യാർ കരുണ ദയ ആദി ഭാവോं का फैलना चाहिए. എന്താണ് കവി ആഗ്രഹിക്കുന്നത്? സ്നേഹം, കരുതൽ, ഇതൊക്കെ എന്താണ് ഈ സമൂഹത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കു തരും, 1 മാർക്കിന് ചോദിക്കും, ഭാവാർത്ഥ ചോദിക്കും. ഉറപ്പിച്ചോ, ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം. ഈ ഒരു ബോക്സ് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാം. അടുത്തത് വൈറ്റ് ക്യാപ്പ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ. ഏത് ക്വസ്റ്റ്യൻ ആണ് വരാൻ നമുക്ക് നോക്കാം, ഏത് രീതിയിലാണ് വരാൻ നോക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് 1 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും താഴെ കാണാം. ഈ പാരഗ്രാഫ് നോക്കിക്കേ. ബേചാര കേശവ് दिन को रुआं सा पड़ रहता मगर रात को सपना में वह अपने को अक्सर क्रिकेट खेलता देखा करता. उसके हाथों में नया बल्ला और सिर पर चक वाइट कैप होती. देन टोंकों पर शानदार मोटे पैड
कैसे होते ओके ओके अपन सॉरी कसे होते അപ്പൊ എന്താ പറയുന്നത് നമ്മുടെ കേശവ് സ്വപ്നം കാണാണ് അല്ലേ വൈറ്റ് ക്യാപ്പ് ഒക്കെ ഇട്ടിട്ട് ബോളും ബാറ്റും ഒക്കെ ആയിട്ട് ക്രിക്കറ്റ് കളിക്കുന്നത് ഒരു മാർക്കിന്റെ ചോദ്യം നോക്കിക്കേ കേശവ് कौन सा स्वप्न देखा करता था क्रिकेट खेलना का അപ്പൊ നമുക്ക് അത് കൂടുതലായിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്താണ് സ്വപ്നം ക്രിക്കറ്റ് കളിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് ഇതിന്ന് പ്രതീക്ഷിക്കാം അതുപോലെ 4 മാർക്കിന് ഇതിന്ന് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ നോക്ക് എന്താണ് കേശവ് पिता से बल्ला और बॉल मांगता है കേശവ് और पिता के बीच की बातचीत നിങ്ങൾ 4 മാർക്കിന് പ്രതീക്ഷിച്ചോ അച്ഛനും അതുപോലെ കേശവും തമ്മിലുള്ള വാർത്താലാപ് മറിച്ച് അതുപോലെ നമുക്ക് 4 മാർക്കിന് 2 ചോദ്യങ്ങൾ വരും അല്ലേ അടുത്ത ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേശവ് के गांव पहुंचने के बाद कैप्टन केशव के नाम पत्र लिखता है वह पत्र लिखे ലെറ്റർ ഉറപ്പിച്ചോളൂ ഷുവർ ആണ് നോട്ട് ചെയ്ത് വെച്ചോളൂ ക്യാപ്റ്റൻ നമ്മുടെ കേശവന് എഴുതുന്ന ലെറ്റർ ഈ ലെറ്റർ അല്ലെങ്കിൽ ഏത് ചോദിക്കും അല്ലേ 2 രീതിയിൽ ചോദ്യങ്ങൾ വരും ഓക്കെ അപ്പൊ അടുത്തത് ഏതാണ് ഡയറിയാണ് कहानी के अंत में केशव के प्रति लड़कों के मनोभाव में बदलाव आता है गांव पहुंचने के बाद केशव अपने अनुभव डायरी में लिखता है ഈ ഡയറിയും ലെറ്ററും ഒരു ബാത്ചീതും എന്ത് ചെയ്യാം ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പഠിച്ചു വെക്കുക ഓർത്തു വെക്കുക അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഷോർട്ട് സമ്മറി 1 മിനിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾ അത് കാണാം ഓക്കെ അടുത്തത് മേരി ദുനിയാക്കെ തമാം ബച്ചെ നമ്മൾ സേഫ് ആണ് കവിതയാണ് ഇതുപോലെ വരികൾ തരും കവിതയുടെ വരികൾ തന്നിട്ട് നിങ്ങൾക്ക് നാളെ കാണാം ഷുവർ ആയിട്ടും കാണാൻ പറ്റുന്ന ഒരു ചോദ്യം ഏതാണ് കവി കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശിക ആശയ ലിഖേ ഈ ഒരു കവിതയുടെ ആശയം എഴുതാൻ ചോദിക്കും കവിത എഴുതിയ ആളുടെ പേരെഴുതുക കവിതയുടെ പേരെഴുതുക കവിതയിൽ എന്താണ് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുക്കി എഴുതുക 4 മാർക്കിന് ആശയം നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഖിടുക്കിയിൽ നിന്നും എങ്ങനെ വരും ചോദ്യം ഏത് ചോദ്യം വരും ഇതുപോലൊരു പാരഗ്രാഫ് തന്നിട്ട് 1 മാർക്കിന് ദേ ഇതുപോലെ ചോദിക്കും ഇസ് ലഘു കഥാ കാ പുരുഷ പാത്ര പരിവാർ കെ സാത്ത് കഹാം ജാ രഹാ ഹേ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ ഡൽഹി തരും അതുപോലെ ഹോഷിയാർപൂർ തരും ഏതെങ്കിലും സ്ഥലങ്ങൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും എങ്ങോട്ട് പോകുന്നു എവിടെന്ന് പോകുന്നു എങ്ങോട്ടാ പോകുന്നത് ഹോഷിയാർപൂരിലേക്കാണ് എവിടെന്നാ പോകുന്നത് ദില്ലിയിൽ നിന്നാണ് ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം തരുന്ന പാരഗ്രാഫ് കൃത്യമായിട്ട് വായിക്കാം ഇനി അടുത്തത് 2 മാർക്കിന്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇതിന്ന് കാണാം എങ്ങനെ ഇസ് പരിവാറിനെ ജനറൽ കോച്ച് സേ യാത്ര करने का निश्चय क्यों किया ജനറൽ കോച്ചിൽ പോവാൻ എന്തുകൊണ്ടാണ് ഈ കുടുംബം തീരുമാനിച്ചത് ആൻസർ പാരഗ്രാഫിൽ കിടപ്പുണ്ടാവും പാരഗ്രാഫ് വായിക്കുക സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി തീ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് എസിക്ക് പകരം ജനറൽ കോച്ച് തിരഞ്ഞെടുത്തത് 4 മാർക്കിന് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യം നോക്ക് മക്കളെ इस ट्रेन यात्रा के अनुभव बताते हुए मित्र के नाम पुरुष पात्र का पत्र ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഇതിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ് ലെറ്റർ ആണ് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വരാ ട്രെയിൻ യാത്ര के अनुभवों के जिक्र करते हुए पुरुष पात्र की डायरी നോട്ട് ചെയ്തു വെച്ചോ ഒന്നെങ്കിൽ പത്ര അല്ലെങ്കിൽ ഡയറി നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വന്നിരിക്കും ഓക്കെ ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ റെയിൻ ബസേരമേ എന്ന് പറഞ്ഞ യാത്രാവൃത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ചോദ്യം വരും എങ്ങനെ വരും യെസ് ഇതുപോലെ ഒരു പാരഗ്രാഫ് തന്നിട്ട് വാക്യ വിസ്താർ കരയം എന്ന് പറഞ്ഞ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പാണ് വാക്യ വിസ്താർ കരേ വാക്യ പിരമിഡ് പോലെ നമുക്കൊരു സെന്റൻസ് തരും ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് തരും ദെൻ ആ വേർഡ്സ് കണക്ട് ചെയ്തിട്ട് ഇതുപോലെ 3 സെന്റൻസ് നമ്മൾ എഴുതണം കൃത്യമായിട്ട് ആ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ എവിടെ ഉണ്ടാവും ആ പാരഗ്രാഫിൽ ഉണ്ടാവും നോക്കിക്കേ ആദ്മി ദംകി ദേത്താ ഹേ എന്ത് ആദ്മി മാർനെ കി ദംതി ദേത്താ ഹേ അതിനു മുമ്പ് നമുക്ക് എന്ത് കൊടുക്കാം ചാബൂക്ക് അപ്പൊ ആദ്മി ചാബൂക്ക് മാർനെ കി ദംകി ദേത്താ ഹേ കൊടുക്കാം അതിനു മുമ്പ് നമുക്ക് എന്ത് കൊടുക്കാം പാഗൽ ആദ്മി ഇത് വളരെ കൃത്യമായിട്ട് ഈ ചോദ്യ പേപ്പറിൽ നിങ്ങളുടെ ചോദ്യ പേപ്പറിലെ പാരഗ്രാഫിൽ തന്നിട്ടുണ്ടാവും ആ രീതിയിൽ വായിക്കാം ഓക്കെ അടുത്തത് ഇതെന്ന് വരാൻ ചാൻസ് ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ നോക്കിക്കേ इसलिए मैं कोई न कोई जवाब देता रहा वह लगातार चिकता चिल्लाता रहा ഇവിടെ മേം എന്ന് തന്നിട്ടുണ്ട് അതുപോലെ വഹ് എന്ന് തന്നിട്ടുണ്ട് മേം ആരാണെന്നാ ചോദിക്കുന്നത് ഉറപ്പിച്ചു വെച്ചോ മനസ്സിൽ ഇവിടെ മേം എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ ലേഖകനാണ് വഹ് എന്ന് പറയുന്നത് ആരാണ് പാഗൽ ആദ്മിയാണ് ആരാണ്
പാഗലാഗ്മിയാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി 4 മാർക്കിന് ഇതിൽ നിന്നും വരുന്ന ചോദ്യം പട്കഥയാണ്. 4 മാർക്കിന് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പട്കഥ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ്, ഈ രീതിയിലാണ് നിങ്ങൾക്ക് നാളത്തെ ചോദ്യ പേപ്പർ ഉണ്ടാവുക. ഇതിന്റെ ആൻസേഴ്സ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കൊടുക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. പ്ലസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലെ ആൻസറുമായിട്ട് കറക്റ്റ് 7:30 മിസ് ഈ ഒരു ചാനൽ ലൈവ് വരും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് നമ്മൾ വരാം. ഓക്കെ, എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എക്സാം എഴുതാം, അടിപൊളിയായിട്ട് നമുക്ക് മാർക്ക് മേടിക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് 7:30 കാണാം.